മനോഹരമായ കാഴ്ച. വിഴിഞ്ഞത്തിന് അടുത്തേക്ക് നങ്കൂരമിടാൻ പോകുന്ന ആ കപ്പൽ MSC തുർക്കി എന്ന കപ്പൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ. അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായും നങ്കൂരം ഇട്ട് കഴിയും. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള കപ്പലാണ്. നിരവധി കണ്ടെയ്നറുകളെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ്. 24,000-ലേറെ കണ്ടെയ്നറുകളെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള 4 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ചേർത്ത് വെച്ചതുപോലെ അത്രയും വിസ്തൃതിയുള്ള ഒരുപാട് ബിസിനസ് വാതായനങ്ങൾ വീണ്ടും തുറക്കാൻ ശേഷിയുണ്ട് വിഴിഞ്ഞത്തിന് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ ഉള്ള ഒരു കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് നങ്കൂരമിടുമ്പോൾ അത് കേരളത്തിലെ പുതിയ അനുഭവമാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ചോളം ഡിസംബറിൽ തുടങ്ങിയ ആ വാണിജ്യ വാതായനങ്ങൾ തുറന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, കപ്പലിന്റെ കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നങ്കൂരമിട്ട് കഴിഞ്ഞോ? പ്രജീഷ്, നങ്കൂരം ഇടുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അതിന്റെ ഭാഗമായി MSC തുർക്കി ബ്രേക്ക് വാട്ടറിന്റെ കുറച്ചകലെയുള്ള ഉൾക്കടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തീരത്ത് നിന്ന് ഇപ്പോൾ തന്നെ ബർത്തിൽ നിന്ന് 2 തഗ് ബോട്ടുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ 2 തഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ്. അതായത് MSC തുർക്കിയുടെ 2 വശത്ത് നിന്ന് കയർ ഉപയോഗിച്ച് ബന്ധിച്ച് ഈ തഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിൽ, അതായത് ഇവിടെ നിന്ന് ഇത് തഗ് ബോട്ടുകളിൽ പോകുന്ന ഒരു ക്യാപ്റ്റന്റെ നിയന്ത്രണത്തിലാണ് ഇനി MSC തുർക്കി ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തെ ബർത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നേരത്തെ ചരക്ക് കയറ്റിക്കൊണ്ടിരുന്ന 2 കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടിരുന്ന 2 ഫീഡർ കപ്പലുകൾ ഇവിടുന്ന് നീക്കി. അതിൽ ആദ്യം ഒരെണ്ണം നീക്കിയിട്ടുണ്ട് പൂർണ്ണമായും. ഈ ഒരു ഫീഡർ കപ്പൽ ഇവിടെ ബർത്തിലുണ്ടെങ്കിൽ തന്നെ MSC തുർക്കി ഇവിടെ നങ്കൂരം ഇടുന്നതിന് തടസ്സമില്ല. കാരണം ബർത്തിന് ഏകദേശം 800 മീറ്ററിലധികം ബർത്ത് പൂർത്തിയായിട്ടുണ്ട്. 400 മീറ്റർ 399.9 മീറ്റർ നീളമാണ് MSC തുർക്കിക്കുള്ളത്. നമുക്കറിയാം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം ഇവിടെ ബർത്തിനരികിൽ പോലും 18 മീറ്റർ ആഴമുണ്ട്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ആണ് ഇവിടെ എത്തുന്നത്. ആ ശ്രേണിയിൽപ്പെട്ടൊരു കപ്പലാണ് ഇവിടെ എത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് ഇതുവരെ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ്, മദർഷിപ്പാണ് ഈ MSC തുർക്കി. MSC തുർക്കി ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് പേർ ഈ വാർത്ത കഴിഞ്ഞ ദിവസമെല്ലാം വാർത്ത വന്നതുകൊണ്ട് തന്നെ ഈ കാണുന്നതിന് വേണ്ടി ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത്, അതായത് വിഴിഞ്ഞം പള്ളിയുടെ ഭാഗത്തെല്ലാം ഒരുപാട് പേർ ഈ കപ്പൽ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എത്തിയ ഒരു എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെ ഇത് കപ്പൽ വരുന്ന അറിഞ്ഞ് എത്തിയതാണോ? പത്രത്തിലുണ്ടായിരുന്നു, നമ്മളെ യൂട്യൂബില് മൊബൈലൊക്കെ ഉണ്ടായിരുന്നു. എത്താറായി അല്ലേ? എത്താറായി. ഇതിനു മുമ്പേ 2 കപ്പൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ കപ്പൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു കൗതുകം, അത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടിലേക്ക് വലിയൊരു കപ്പൽ വരുന്നു, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു വലിയ വികസനം, അതൊക്കെ തന്നെയല്ലേ? ഇത് കാണുമ്പോൾ തോന്നി ഇത് വളരെ മുമ്പേ വരേണ്ടതായിരുന്നു. നമ്മുടെ നാട് കുറെ കൂടി വികസിക്കുമായിരുന്നു. എവിടുന്നാ വരുന്നത്? തൊട്ടടുത്ത 3 കിലോമീറ്റർ പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ വിഴിഞ്ഞത്തിന്റെ വികസനം നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. ഈ വലിയ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് എങ്ങനെയാ പൊതുവെ ആളുകൾ? ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ കണക്ടിവിറ്റീസ് ഒന്നും ആയിട്ടില്ല. പിന്നെ റെയിൽവേ വരാറുണ്ട്, റോഡ് ഗതാഗതമായിട്ടില്ല. അങ്ങനെ അതും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രതീക്ഷയുണ്ട്. മകളാണോ? ഓക്കെ. അപ്പോൾ ഏതായാലും കപ്പൽ വരുന്നത് കാണാൻ നാട്ടുകാർ, എന്നോടിപ്പം തൊട്ടു മുമ്പ് സംസാരിച്ചത് ഈ പ്രദേശത്തെ ഒരു നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും കാണാൻ കൊതിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വലിയ വികസനം, വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഉണ്ടാകുന്ന രാജ്യത്തിന്റെ വികസനം, സംസ്ഥാനത്തിന്റെ വികസനം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന വലിയ വികസന നേട്ടങ്ങൾ, അത് സ്വപ്നം കാണുന്നവർ തന്നെയാണ്. വൈകിപ്പോയി എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു. വലിയ മാറ്റമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിഴിഞ്ഞം തുറമുഖത്ത് കാണുന്ന പ്രകടമായ മാറ്റം. കാരണം തൊട്ട് മുൻപ് കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ കണ്ടെയ്നറുകളുടെ വലിയൊരു നിരയൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനകത്തേക്ക് എത്തുമ്പോൾ വിഴിഞ്ഞം തുറമുഖ ഗേറ്റിലേക്ക് കയറി ഈ പോർട്ടിന്റെ കൺട്രോൾ റൂം വരെ എത്തുന്ന ഭാഗത്തെല്ലാം തന്നെ ഒരു ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു തുറമുഖത്തിനെ പോലെ തന്നെ കണ്ടെയ്നറുകൾ, ഈ യാർഡ് ക്രെയിനുകളും അതുപോലെ തന്നെ ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചുള്ള കണ്ടെയ്നർ നീക്കം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ശ്രേണിയിൽപ്പെട്ട തന്നെ, അതായത് MSC ആണ് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനി. MSCയുടെ ഇതേ ശ്രേണിയിൽപ്പെട്ട MSC തുർക്കിയുടെ അതേ ശ്രേണിയിൽപ്പെട്ട മറ്റ് കപ്പലുകൾ ഇനി ഇങ്ങോട്ടേക്ക് വരികയാണ്. അത് പ്രധാനമായും ഈ അടുത്ത മാസങ്ങളിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഈ 399.9 മീറ്റർ 400 മീറ്റർ നീളമുള്ള വലിയ കപ്പലുകൾ ഇവിടേക്ക് എത്തും. അത്
ഇനി വരാൻ പോകുന്നത് മെറ്റ, ഗെയ്മ, സെലസ്റ്റീനോ, നിക്കോള മാട്രോ തുടങ്ങിയ കപ്പലുകൾ ഇവിടേക്ക് വരികയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ എത്തുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരക്ക് ഗതാഗത നീക്കം അത് ഡിസംബർ മാസം മുതൽ തുടങ്ങിയതിന് ശേഷം മാറുന്നു എന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഓപ്പറേഷണൽ എന്തായാലും പ്രശാന്ത്, മറ്റ് തുറമുഖങ്ങൾക്കാൾ വലിയ പ്രത്യേകതകൾ, അതിന്റെ ആഴം, അടിത്തട്ട്, ഇപ്പോൾ നങ്കൂരം വിടാനുള്ള ആ ഒരു പ്രത്യേകതകൾ, അതൊക്കെ തന്നെയാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചോളം വന്ന തുടക്കത്തിൽ ഈ പ്രോജക്റ്റ് വരുമ്പോഴൊക്കെ തന്നെ പറഞ്ഞു കേട്ടിരുന്നപ്പോൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളിപ്പോൾ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രേണിയിൽപ്പെട്ട 6ഓളം കപ്പലുകൾ, അതൊക്കെ അവരൊക്കെ ഇനി വീണ്ടും വിഴിഞ്ഞത്തേക്ക് എത്തും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.